യേശുവിനെ കാണാം. യേശു എങ്ങനെ? അവൻ ജ്ഞാനത്തിലും ദൈവകൃപയിലും അവനൊരു ശിശുത്വം ഉണ്ടായിരുന്നല്ലേ? നമുക്കെല്ലാവർക്കും ഒരു ശിശുത്വമുണ്ട്. ആ ശിശുത്വത്തിൽ നിന്ന് നമുക്ക് വളർച്ചയുണ്ട്. ഈ വളർച്ച വരുമ്പോൾ നമ്മൾ ആദ്യം കേട്ടത് പലതും ചിലത് നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. പീറ്റർ യേശുവിൻ്റെ കൂടെ നടന്ന ആളാണ്. ഹോളി സ്പിരിറ്റിൻ്റെ ഔട്ട് പോറിങ് ഉണ്ടായപ്പം അതിനകത്ത് പെന്തക്കോസ്ത് നാളിൽ 3000 പേരെ ഒറ്റയടിക്ക് പ്രസംഗത്തിലൂടെ പ്രസംഗിപ്പിച്ച് സ്നാനപ്പെടുത്തുകയൊക്കെ ചെയ്താണ്. ഇദ്ദേഹത്തിന് ഗ്രോത്ത് ഉണ്ടോ? ആ ഗ്രോത്തിന് ആവശ്യമുണ്ടോ? പുള്ളി ഒരു ദിവസം ഭയങ്കര ടയർഡായിട്ട് ഉറങ്ങി എന്നെ ഒരു വിഷൻ കണ്ടു. ആ വിഷനകത്ത് പുള്ളി കാണുന്ന ഒരു ബാസ്ക്കറ്റ് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നു. ആ ബാസ്ക്കറ്റ് ഫുൾ റെപ്റ്റൈൽസും എല്ലാ ഇഴജന്തുക്കളും കണ്ട അറയ്ക്കുന്ന എല്ലാ റെപ്റ്റൈൽസും അങ്ങനെയുള്ളതെല്ലാം ഉണ്ട്. എന്നിട്ടൊരു ശബ്ദം കേട്ടു, പത്രോസ് എണീറ്റ് അറുത്ത് തിന്നുക. ഉടനെ പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ ഞാൻ ചെയ്യത്തില്ല, ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടില്ല. കാരണം ഈ പഴയ നിയമത്തിൽ ഇത് തിന്നു കഴിഞ്ഞാൽ, റെപ്റ്റൈൽസിനെ തിന്നു കഴിഞ്ഞാൽ അവർ അൺഹോളി ആവും. അപ്പം പീറ്റർ അവിടെ ദൈവത്തോട് തർക്കിക്കുക. അപ്പം വീണ്ടും ഇത് തന്നെയാണ് 3 times ആണ്. അപ്പം ദൈവം പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന്. വാട്ട് ഐ മെയ്ഡ് ഹോളി യു ഡു നോട്ട് കൗണ്ട് അൺഹോളി. അപ്പം പീറ്ററിന് ഒരു അപ്ഗ്രേഡ് പീറ്ററിന്റെ ഫെയ്ത്തിൽ ആവശ്യമായിരുന്നു അവിടെ അല്ലേ? പീറ്റർ ട്രൈ ചെയ്യുന്നതന്നെ പീറ്ററിന്റെ വിശ്വാസത്തിൽ ദൈവത്തെ, പീറ്ററിന്റെ വിശ്വാസം എന്ന് പറയുന്ന യാഗപീഠത്തെങ്കിൽ ദൈവത്തെ യാഗം കഴിക്കാനാണ് പീറ്റർ നോക്കി. അവിടെ പത്രോസിന്റെ വിശ്വാസം മാറിയോ? ഇതേപോലെ തന്നെ നമുക്കും ശിശുത്വത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ ആ വളർച്ചയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫെയ്ത്ത് വിൽ ചേഞ്ച്. എനിത്തിങ് ദാറ്റ് ഈസ് എലൈവ് വിൽ ഗ്രോ. എനിത്തിങ് ദാറ്റ് ഗ്രോയിങ്, വളരുന്ന എന്തും ജീവനുള്ളതായിരിക്കും. ജീവനില്ലാത്തതിനാ വളർച്ച ഉണ്ടാകാത്തത്.